ശ്രീരാമനും ഹനുമാൻ ആഞ്ജനേയ സമേതനായ ശ്രീരാമനെയാണ് പാറമേക്കാവ് അതിമനോഹരമായി നമ്മൾ നേരത്തെ പറഞ്ഞു അയോധ്യ ഉണ്ടാവും രാമനില്ലാതെ ആഞ്ജനേയന്റെ ചുമലിലേറി ഇതാ ശ്രീരാമൻ. ഇത് പാറമേക്കാവിന്റെ ടീമിന്റെ പ്രഖ്യാപനമാണ്. ഇക്കൊല്ലം അയോധ്യയിൽ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞതിന് പിന്നാലെ ശ്രീരാമനുണ്ട് ഞങ്ങളുടെ കൂടെ. അതും കോദണ്ഡരാമനാണ് അയോധ്യ. ആ കോദണ്ഡരാമനെയാണ്, അയോധ്യയിൽ ഉണ്ണിരാമനെയല്ല, തൃപ്രയാറ്റെ കോദണ്ഡരാമനെയാണ് ഇപ്പോൾ പാറമേക്കാവ് വെച്ചത് മറുപടിയായി. രാമന്റെ സമേതനായി ഹനുമാനും ആഞ്ജനേയ സ്വാമിയുടെ ഇനി അതിനുള്ള മറുപടി. പാറമേക്കാവിന്റെ രാമനും ഹനുമാനും ഉള്ള മറുപടി, തിരുവമ്പാടിയുടെ മറുപടി എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയ കൗതുകങ്ങളിൽ ഒന്ന് അനാവരണം ചെയ്തിരിക്കുന്നു. അതുവേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകങ്ങളിൽ ഒന്ന് അത് രാമനായി പാറമേക്കാവിന്റെ ഭാഗത്തു നിന്ന് രാമനായി തിളങ്ങുകയാണ് ഈ പൂരനഗരിയിൽ. ഇനി തിരുവമ്പാടിയിൽ പക്ഷേ കുടകൾ കൊണ്ട്, വർണ്ണക്കുടകൾ കൊണ്ടാണ് തിരുവമ്പാടി. എനിക്ക് തോന്നുന്നു രൂപങ്ങൾക്കല്ല മറുപടി, രൂപങ്ങൾ കുടകൾക്കാണ്. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇരുവിഭാഗവും ഒരു രൂപം പുറത്തെടുക്കുമ്പോൾ മറുഭാഗത്തിന്റെ മറുപടി ഒരു മനോഹരമായ വർണ്ണക്കുടയാകും. വീണ്ടും മറുഭാഗം വർണ്ണക്കുട മാറ്റുമ്പോൾ ഇവിടെ തിളങ്ങുന്ന കുടകളുമായിട്ടാണ് മറുപടി. തിളങ്ങുന്ന കുടകളിലെ തിളക്കമാണ് ഇപ്പോഴുള്ള മറുപടി. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാറമേക്കാവിനുള്ള മറുപടിയിൽ ഇപ്രാവശ്യം ഈ തെക്കേ ഗോപുരനടയെ കൂടെ ബാക്ക്ഗ്രൗണ്ടിനെ കൂടി ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ആ കുടകളുടെ വർണ്ണ സഞ്ചയത്തെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവിഭാഗവും കുടകൾ മാറ്റുകയാണ്. കുടകൾ മാറ്റുന്നതിന് വേഗമേറി വരുന്നു. കുടകളാകുമ്പോൾ കുറച്ച് സമയമാണ്, രൂപങ്ങളാകുമ്പോൾ കുറച്ച് സമയം കൂടി കൂടുതൽ തീർച്ചയായും കുടമാറ്റത്തിനായി അനുവദിക്കുന്നുണ്ട്. ഇരുവിഭാഗവും ഇപ്പോൾ കുടകളിൽ, വർണ്ണക്കുടകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട രൂപങ്ങൾ പരമേശ്വരനെയും ശിവലിംഗ രൂപത്തെയും നന്ദികേശനെയും ശ്രീരാമനെയും ഹനുമാൻ സ്വാമിയുമാണെങ്കിൽ ഇപ്പോൾ വർണ്ണക്കുടകളിലേക്ക് പാറമേക്കാവിൻ്റെ വർണ്ണക്കുട, അതിനുള്ള മറുപടി തിരുവമ്പാടിയും നീലയും വയലറ്റും സ്വർണ്ണലുക്കുകളുമായിട്ടുള്ള കുടകളുമായിട്ടാണ് മറുപടി നൽകുന്നത്. എല്ലാ കുടകളിലും കൂടുതൽ വർണ്ണങ്ങൾ നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടമാറ്റം. ഇനിയും രൂപങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. മധുവേട്ടൻ, പാറമേക്കാവിനുള്ള മറുപടി തിരുവമ്പാടി നൽകിയിട്ടുള്ളത് ചുറ്റു അലുക്കുകളുള്ള ഇതാ വെള്ളയും ചുവപ്പും മഞ്ഞയും എല്ലാം ചേർന്നിട്ടുള്ള, വയലറ്റും എല്ലാം ചേർന്നിട്ടുള്ള കുടകൾക്ക് മറുപടി തിളങ്ങുന്ന അലുക്കുകൾ കുടയ്ക്ക് ചുറ്റും തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള ആ കുടകളുമായാണ് ഇപ്പോൾ തിരുവമ്പാടി മറുപടി നൽകിയിട്ടുള്ളത്. നിറങ്ങളുടെ കാഴ്ചകൾക്കപ്പുറത്ത് അതിൽ തുന്നിച്ചേർത്തിട്ടുള്ള ചെറിയ ഇതാ വീണ്ടും പാറമേക്കാവ് പുതിയ കുടകൾ ഉയർത്തുന്നു. രക്തവർണ്ണം ചുവന്ന നിറത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളുമായി സ്വർണ്ണ അലക്കുകളുമായിട്ടുള്ള കുടകളാണ് പാറമേക്കാവ് ഉയർത്തിയത്. വീണ്ടും കുടമാറ്റം, ശരിക്കും കുടമാറ്റം തന്നെയായി ഇപ്പോൾ നിൽക്കുന്നു. അതിനുള്ള മറുപടി ചുവപ്പ് കുടകൾക്ക് മറുപടി ഇതാ തിരുവമ്പാടി നൽകിയിരിക്കുന്നു. മഞ്ഞയും നീലയും എല്ലാമുള്ള കുടകളുമായി ഇതാ തിരുവമ്പാടിയുടെ മറുപടി. കാത്തിരുന്ന കുടമാറ്റം അതിമനോഹരമായ കാഴ്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ കാത്തിരുന്ന പൂരപ്രേമികൾ ആവേശം കൊണ്ട് കൈകൾ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ഇവിടെ തെളിഞ്ഞ രൂപങ്ങൾ, ഇനിയേറെ കൗതുകങ്ങൾ പാറമേക്കാവും തിരുവമ്പാടിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ ആകാംക്ഷയാണ്. ഓരോ കുട കാണുമ്പോൾ അത് മാറ്റും, അടുത്തത് വരട്ടെ എന്നാണ്. ഒരു കുടയും കാണാനുള്ള ക്ഷമ പൂരപ്രേമിക്കില്ല. മെറൂണും വെളുപ്പും ചേർത്തുകൊണ്ട് മാനത്തുയർത്തുമ്പോൾ അത് ഈ അസ്തമയ സമയത്ത് കിട്ടുന്ന ആ സാന്ധ്യപ്രകാശത്തെ സമ്പൂർണ്ണമായി ഉപയോഗിക്കാൻ തിരുവമ്പാടി ആ കുടകൾ ഉയർത്തുകയാണ്. പാറമേക്കാവിന്റെ മറുപടി എന്തെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. മാറ്റുന്നു, വീണ്ടും കുടകൾ തന്നെയാണ്. ആവേശത്തോടെ ജനങ്ങൾ മാനത്തേക്ക് തുള്ളിച്ചാടുന്ന കാഴ്ച, ഈ കാഴ്ച നോക്കൂ, മറ്റൊരിടത്തും കാണാനാവാത്ത ജനക്കൂട്ടം ഈ കുടമാറ്റത്തെ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തെക്കേ ഗോപുരനട നമുക്ക് നൽകുന്നത്. എത്ര മനോഹരമായ കുടകൾ. അതിൽ അടുത്ത് വരുമ്പോഴാണ് അതിലെ ഓരോ അലങ്കാര പണികളും നമുക്ക് എടുത്തെടുത്തറിയാൻ കഴിയും. ദൂരക്കാഴ്ചയുള്ള സൗന്ദര്യമല്ല, അടുത്തെത്തുമ്പോൾ അതിലേറെ സൗന്ദര്യം ഓരോ കുടയും നമുക്ക് സമ്മാനിക്കും. കാണൂ, ആ നീലക്കുടയിൽ എത്ര മനോഹരമായാണ് സ്വർണ്ണ നിറത്തിലും ചുവപ്പ് വരകളും കൊണ്ട് അലങ്കാരപ്പണികൾ ചേർത്തിരിക്കുന്നത്. ആ സ്വർണ്ണ ലുക്കുകളും അതിന് മനോഹാരിത നൽകുമ്പോൾ മറുഭാഗത്ത് ചുവപ്പും വെള്ളയും ചേർന്ന കുടകളാണ് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്ന. കുടകൾ മാറുകയാണ്, മാറാനൊരുങ്ങുകയാണ്. തുന്തി പിടിപ്പിച്ചിട്ടുള്ള പൂക്കൾ മാറ്റി അടുത്ത കുട ഉയരുകയാണ്. വീണ്ടും ചുവപ്പ് വർണ്ണം, ചുവപ്പ് നിറത്തിൽ സ്വർണ്ണവരകൾ, ഓറഞ്ച് നിറത്തിൽ സ്വർണ്ണവർണ്ണാങ്കിതമായ ഓറഞ്ച് നിറമുള്ള കുടകൾ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ അത് ഈ അസ്തമയ സൂര്യന്റെ ഈ സാന്ധ്യകിരണങ്ങളെ പൂരിപ്പിക്കുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യൻ, ഇതാ പുതിയ കുട, ഇതാ ഞങ്ങളുടെ മറുപടി, ഞങ്ങളുടെ കുടമാറ്റം, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനം, ഈ സായന്തനത്തിന്റെ സന്തോഷം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ നിറങ്ങൾക്ക് ഇപ്പോൾ
കറുപ്പിൽ സ്വർണ്ണ നിറവുമായി തിരുവമ്പാടി അതിന് മറുപടി നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇരുവശവും മുഖാമുഖം നിൽക്കുമ്പോൾ നിറച്ചാർത്തിന്റെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനതയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ നിറച്ചാർത്തിന്റെ ആ ഉത്സവമാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം. പകലത് മേളത്തിൻ്റെതായിരുന്നു, രാത്രി വെടിക്കെട്ടിൻ്റെതായിരുന്നു, ഇപ്പോൾ കാഴ്ചയുടേതാണ്. ജനക്കൂട്ടം പാറമേക്കാവ് കുടമാറ്റുന്നു. പാറമേക്കാവിന്റെ അടുത്ത കുടകൾ, നീലക്കുടകൾ വീണ്ടും മാനിലേക്ക് വരികയാണ്. നീലയിലും അതിമനോഹരമായ രൂപം മഹാവിഷ്ണു അല്ലേ മഹാവിഷ്ണു നിറഞ്ഞേൽക്കുന്ന രൂപങ്ങളുമായാണ് പാറമേക്കാവ് നീലക്കുടയിൽ ആലേഖനം ചെയ്ത് മഹാവിഷ്ണുവിനെയാണെങ്കിൽ ഇനി മറുപടി തിരുവമ്പാടിയുടെ മറുപടി എന്താണ് എന്നാണ്. നേരത്തെ നമ്മൾ ഇത് അനന്തസമേതനായ മഹാവിഷ്ണുവിനെയാണ് കാണുന്നെങ്കിൽ നേരത്തെ നമ്മൾ പരമേശ്വരനെ കണ്ടതും നാഗസാന്നിധ്യത്തോടെയാണ്. അത് അനന്തന്റെ പത്തികൾക്ക് താഴെ ഇതാ ആ പത്തികൾക്കപ്പുറത്ത് ഏത് കൊത്താനാഞ്ഞു നിൽക്കുന്നതിനപ്പുറത്ത് സ്ഥിതികാരകനായ വിഷ്ണുവിനെയാണ് ഇപ്പോൾ പാറമേക്കാവ് നൽകിയത്. അതിനപ്പുറത്ത് നമുക്കറിയാം ഗുരുവായൂർ നന്ദന്റെ പുറത്ത് ഈ വിഷ്ണു നിൽക്കുമ്പോൾ അത് സ്വർണ്ണ നിറത്തിലാണ് ആ വിഷ്ണു അവിടെ വയ്ക്കുന്നത്. മറിച്ച് ഏഴാനകൾക്കും ഇരുവശത്തും നീല നിറത്തിലുള്ള കുടകളിൽ ഇത് തുന്നിച്ചേർക്കുമ്പോൾ അത് നൽകുന്ന കാഴ്ചയുടെ ഒരു പരിമിതമായ ഒരു സന്തോഷമുണ്ട്. വീണ്ടും പുതിയ കുടകൾ തിരുവമ്പാടിയുടെ മറുപടി. ഇളം നീല നിറത്തിലുള്ള കുടകളാണെങ്കിൽ പാറമേക്കാവ് വീണ്ടും കുടകൾ മാറ്റുന്നു. കൃഷ്ണനെ മഹാവിഷ്ണുവിനെ ആലേഖനം ചെയ്ത കുടയിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള കുടകളിലേക്ക് പാറമേക്കാവ്, മറുഭാഗത്ത് തിരുവമ്പാടി ഇളം പച്ച നിറത്തിലുള്ള കുടയാണ്. അതിലേറെ മനോഹരമായ അലങ്കാരങ്ങൾ ഓരോ കുടകളിലും ഉണ്ട്. അതൊക്കെ കൃത്യമായി കാണൂ. ആ കുടകളിലെ അലങ്കാര ചിത്രങ്ങൾ നോക്കി എത്ര മനോഹരമായാണ് ഓരോ കുടയും. ഓരോ കുടയ്ക്കും എടുത്ത അല്ലെങ്കിൽ ഒഴുക്കിയ വിയർപ്പ് ആ കലാകാരനെ അറിയൂ. ആ കലാകാരന്റെ ഭാവനയിൽ ഉയർന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മാസമെങ്കിലും എടുക്കും ഇത്തരത്തിലുള്ള ഒരു കുട തയ്യാറാക്കാൻ എന്നുള്ളതാണ് ഏറ്റവും കൗതുകം. 15 കുടകൾ ഒരേ തരത്തിൽ ഒരേ അലുക്കുകൾ തുന്നിപ്പിടിപ്പിച്ച് ഒരേ മാലകളിൽ കോർത്ത പൂക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ 15 കുടകളും ചേർന്ന് സൃഷ്ടിക്കുന്ന കാഴ്ച. അതിനപ്പുറത്ത് മറുപടിയുണ്ട്. പാറമേക്കാവിന്റെ അടുത്ത കുട, അതിൽ വീണ്ടും ചിത്രപ്പണികൾ ഏറി വരികയാണ്. കരിമ്പച്ച നിറത്തിൽ തുന്നിച്ചേർത്തിട്ടുള്ള സ്വർണവർണ്ണാങ്കിതമായ ആ കുടകൾ മാനത്തേക്ക് ഉയർത്തുകയാണ് പാറമേക്കാവ്. മനോഹരമായ ആ പച്ചപ്പിന്റെ ആഘോഷം, ഈ തിളക്കം, ഈ എതിർപ്പുകൾ, ഈ രണ്ട് കോൺട്രാസ്റ്റ് മേക്സ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ ആ സൗന്ദര്യം എങ്ങനെയാണ് തിരുവമ്പാടിയുടെ മറുപടി ചുവപ്പിൽ സ്വർണ്ണവർണ്ണമാർന്ന കുടകളുമായാണ്. നടുക്ക് ഇതാ പച്ചയിൽ സ്വർണ്ണവർണ്ണം, അതിൽ ഏറ്റവും എല്ലാം ഇപ്പോൾ വെൽവെറ്റ് രൂപത്തിലുള്ള കുടകളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തിളക്കം അത് അതിമനോഹരമാണ്. പാറമേക്കാവ് ഇതാ കുട മാറ്റി. എത്ര സുന്ദരമായ കുട. പല നിറങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങിയതുപോലെ ആ തുണിയിൽ സ്പ്രേ ചെയ്തതുപോലെയുള്ള തിരുവമ്പാടി ചുവപ്പിൽ ചേർത്ത് വച്ചിട്ടുള്ള മറുപടി തിരുവമ്പാടി നൽകി കഴിഞ്ഞു. തെക്കേ ഗോപുരനടയ്ക്ക് താഴെ നിന്നുകൊണ്ട് അവിടെ വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു. തെക്കേ ഗോപുരനടയിൽ ഇപ്പോൾ പുതിയ നിറങ്ങൾ ആ വിളക്കുകളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് കൂടുതൽ സന്തോഷം പകരുന്ന, കാഴ്ചക്കാരെ ഭ്രമിപ്പിക്കുന്ന പുതിയ നിറങ്ങൾ മാനത്തു നിന്ന് ഇതാ ചാർത്തിയെടുത്തോളൂ. ഞങ്ങളുണ്ട്, ആ നിറങ്ങളെല്ലാം എൻ്റെ കുടയിലേക്ക് തന്നോളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ കുടയിലെയും ഒന്നിനൊന്ന് സമാനമായ ഈ നിറങ്ങളുടെ ഈ ആനന്ദം പകരാൻ എടുത്തിട്ടുള്ള അധ്വാനത്തിൻ്റെ അതുകൂടി ആലോചിക്കണം ഈ കുടമാറ്റത്തിൻ്റെ സമയത്ത്. പക്ഷേ ഇപ്പോൾ അത് കാഴ്ചയുടെ ആനന്ദമാണ്.